ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിനകത്തുള്ള ആൻഡ്രൂ ഫയൽ സിസ്റ്റം ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം രണ്ട് മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്, സൺ NFSഉം ആൻഡ്രൂ ഫയൽ സിസ്റ്റവും. അപ്പം നമുക്ക് ആദ്യം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്ന് നോക്കാം. AFS അഥവാ ആൻഡ്രൂ ഫയൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്ഫുൾ സെർവറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വേറാസ് NFS എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്ലെസ് സെർവറാണ്. അതായത് NFS സെർവറിനകത്ത് ഓരോ തവണയും നമ്മുടെ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നത് സമയങ്ങളിൽ അതിൻ്റെ ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആക്ഷൻ പെർഫോം ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് വെച്ചാൽ AFS ലൊക്കേഷൻ ഇൻഡിപെൻഡൻസിയും ലൊക്കേഷൻ ട്രാൻസ്പെറൻസിയും പ്രൊവൈഡ് ചെയ്യുന്നു. ബട്ട് NFS ആകെ ലൊക്കേഷൻ ട്രാൻസ്പെറൻസി മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇനി AFS എന്ന് വെച്ച് കഴിഞ്ഞാൽ NFSനെ കമ്പയർ ചെയ്യുമ്പോൾ മോർ സ്കെയിലബിൾ ആണ്. അതായത് മോർ നമ്പർ ഓഫ് ക്ലയൻസിനെ നമുക്ക് അതിനകത്ത് സെർവ് ചെയ്യാൻ പറ്റും. ഇനി AFS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റമാണ് വിച്ച് ഈസ് യൂസ്ഡ് ടു ആക്സസ് റിമോട്ട് ഫയൽസ്. ഇനി AFS യൂസ് ചെയ്യുന്ന ഒരു ലോക്കൽ ക്യാഷ് ഉണ്ട്, അത് ക്ലയൻറ്റ് സൈഡിലാണുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് വർക്ക് ലോഡ് ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ പെർഫോമൻസ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസർ ഒരു ഫയലിനെ റിക്വസ്റ്റ് ചെയ്യുമ്പം ക്ലയൻറ്റ് സൈഡിൽ നിന്ന് ആ റിക്വസ്റ്റ് സെർവർ സൈഡിൽ ചെന്ന് പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്തതിന് ശേഷം ആ റിക്വസ്റ്റഡ് ഫയൽ സെർവർ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പം AFSൻ്റെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫയലിനെ അതിൻ്റെ ലോക്കൽ ക്യാഷിൽ സേവ് ചെയ്ത് വെക്കുന്നു പിന്നീടുള്ള ആവശ്യത്തിന്. അപ്പം ഇതേ സെയിം ഫയൽ തന്നെയാണ് പിന്നെ ഏതെങ്കിലും യൂസർ റിക്വസ്റ്റ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അത് സെർവർ സൈഡിൽ പോയി എടുക്കാതെ ഈ ലോക്കൽ ക്യാഷിൽ നിന്ന് തന്നെ ആ ഒരു ഫയലിനെ എടുക്കുന്നു. സോ അപ്പോൾ അത്രയും കുറവ് നമുക്ക് സെർവർ ആക്സസ് നടക്കുന്നുള്ളൂ. ഇറ്റ് വിൽ ഇൻക്രീസ് ദ പെർഫോമൻസ്. ഇനി ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഇതിനകത്ത് രണ്ട് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ദേ ആർ വൈസ് ആൻഡ് വീനസ്. ഓക്കെ, അപ്പോൾ വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെർവർ സൈഡ് സോഫ്റ്റ്വെയറും വീനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്ലയൻറ്റ് സൈഡ് സോഫ്റ്റ്വെയറുമാണ്. വൈസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ഷെയർഡ് ഫയൽ സർവീസസ്. ഓരോ ക്ലയൻസിനും ഷെയർഡ് ഫയൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് വൈസിൻ്റെ ഫംഗ്ഷനെങ്കിൽ വീനസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് ദ വൈസ്. ഓക്കെ, ഇനി അടുത്തൊരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് വോളിയമാണ്. വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഫയൽസിനെ ഇൻ വൺ സെർവർ, അതിനെയാണ് വോളിയം എന്ന് പറയുന്നത്. സോ യൂസർ യൂസ് ചെയ്യുന്ന ഫയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദർ ലോക്കൽ ആവാം അല്ലെങ്കിൽ ഷെയർഡ് ഫയൽസ് ആവാം. അപ്പോൾ ലോക്കൽ ഫയൽസ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ യൂണിക്സ് ഫയൽ ഹാൻഡിൽ ചെയ്യുന്ന കണക്ക് തന്നെയാണ്. അതായത് അവരുടെ വർക്ക് സ്റ്റേഷനകത്ത് അവൈലബിൾ ആയിരിക്കും ആൻഡ് ആ പെർട്ടിക്കുലർ ലോക്കൽ യൂസർ പ്രോസസ്സിന് മാത്രമേ അത് അവൈലബിൾ ആവത്തുള്ളൂ. ഇനി ഷെയർഡ് ഫയൽസിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ വിച്ച് ആർ സ്റ്റോർഡ് ഇൻ സെർവേഴ്സ്, അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ ലോക്കൽ ക്യാഷിനകത്തുണ്ടാവും ഓൺ ദ ലോക്കൽ ഡിസ്ക് ഓഫ് വർക്ക് സ്റ്റേഷൻ. വർക്ക് സ്റ്റേഷൻ്റെ ലോക്കൽ ഡിസ്കിൽ ആ ഷെയർഡ് ഫയൽസിൻ്റെ സെർവറിനകത്തുള്ള ഫയൽസിൻ്റെ കോപ്പീസ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ആൻഡ്രൂ ഫയൽ സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ. വർക്ക് സ്റ്റേഷൻ ആൻഡ് സെർവേഴ്സ്. വർക്ക് സ്റ്റേഷനകത്ത് തന്നെ വരുന്നൊരു കാര്യമാണ് വീനസ് ആൻഡ് സെർവേഴ്സിനകത്ത് വരുന്നതാണ് വൈസ്. അപ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു യൂസർ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീനസ് ആദ്യം ചെക്ക് ചെയ്യും അതിൻ്റെ ലോക്കൽ ക്യാഷിൽ ആ ഫയൽ അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന്. ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ അത് അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ വീനസ് ഈ റിക്വസ്റ്റ് നേരെ സെർവർ സൈഡിലോട്ട് സെൻഡ് ചെയ്യും. സോ സെർവർ സൈഡിൽ വൈസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഫയലിനെ വീനസിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു കോപ്പി ആ വൈസ് ആ ഒരു ഫയലിൻ്റെ കോപ്പി വീനസിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. സോ വീനസ് ഈ
ഫയൽ യൂസറിന് പ്രൊവൈഡ് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു കോപ്പി അതിൻ്റെ ലോക്കൽ ക്യാഷിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഇനി ഇതിനകത്ത് കുറച്ച് സിസ്റ്റം കോൾസാണ് കൊടുത്തേക്കുന്നത്. ഓപ്പൺ, റീഡ്, റൈറ്റ്, ക്ലോസ്, അതായത് സെറ്റ് ഓഫ് ഫയൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻ സിസ്റ്റം കോൾസ്. ഇനി ഞാൻ പറഞ്ഞു AFS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്ഫുൾ സെർവർ ആണെന്ന്. അപ്പം അതിനകത്ത് പല രീതിയിലുള്ള അപ്ഡേഷൻസ്, ഫയൽസ് പല രീതിയിലുള്ള അപ്ഡേഷൻസ് ഉണ്ടാവും. സോ AFSന് ഒരു ലോക്കൽ ക്യാഷ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ലോക്കൽ ക്യാഷിനകത്ത് ഈ പറഞ്ഞ റിക്വസ്റ്റ് ചെയ്ത ഫയൽസിൻ്റെ എല്ലാം ഒരു കോപ്പി സേവ് ചെയ്ത് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AFSനകത്ത് യൂസ് ചെയ്യുന്ന ടേംസാണ് കോൾ ബാക്കും കോൾ ബാക്ക് പ്രോമിസും. അപ്പോൾ എന്തുവെന്നുള്ളത് നോക്കാം. നമ്മുടെ വൈസ് ഒരു ഫയലിൻ്റെ കോപ്പി വീനസിന് അയച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രോമിസും കൂടെ അതിൻ്റെ കൂടെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആ പ്രോമിസിനെ പറയുന്ന പേരാണ് കോൾ ബാക്ക് പ്രോമിസ്. അപ്പോൾ എന്താണ് കോൾ ബാക്ക് പ്രോമിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടോക്കൺ ഇഷ്യൂഡ് ബൈ ദ വൈസ് സെർവർ. വൈസ് സെർവർ ഇഷ്യൂ ചെയ്യുന്ന ഒരു ടോക്കൺ ആണ്. ഈ ടോക്കൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് ഈ കൊടുത്ത ഫയലിനകത്ത് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഈ വീനസിനെ നോട്ടിഫൈ ചെയ്യാം എന്നുള്ള ഒരു ഗ്യാരൻറ്റിയാണ് ആ കോൾ ബാക്ക് പ്രോമിസ്. ഓക്കെ, ഈ കോൾ ബാക്ക് പ്രോമിസ് കൊടുക്കുന്ന മെക്കാനിസത്തിനെയാണ് കോൾ ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോൾ ബാക്ക് പ്രോമിസിന് രണ്ട് സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. ഒരു വാലിഡ് സ്റ്റേറ്റും പിന്നെ ഒരു ക്യാൻസൽഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പം നമ്മളുടെ ക്ലയൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ യൂസർ ഫയൽ റിക്വസ്റ്റ് ചെയ്ത് ഫയൽ വീനസിൻ്റെ ലോക്കൽ ക്യാഷിൽ അതിൻ്റെ കോപ്പി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം യൂസർ ഫയൽ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീനസ് എന്താ ചെയ്യുന്നത്, ആദ്യം ചെക്ക് ചെയ്യും അതിൻ്റെ ലോക്കൽ ക്യാഷിൽ അത് അവൈലബിൾ ആണോ എന്ന്. അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഫയലിൻ്റെ ടോക്കൺ നോക്കും. ആ ടോക്കൺ ഒന്നെങ്കിൽ ക്യാൻസൽഡ് ആവാം അല്ലെങ്കിൽ വാലിഡ് ആവാം. അപ്പം ക്യാൻസൽഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് കോപ്പി സെർവറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് ആ കോപ്പി ആയിരിക്കും യൂസറിന് കൊടുക്കുന്നത്. ദെൻ ആ കോപ്പിയുടെ ആ ഫയലിൻ്റെ കോപ്പി നമ്മുടെ വീനസിൻ്റെ ലോക്കൽ ഡിസ്കിലും സേവ് ചെയ്ത് വെക്കും. ഇഫ് ദാറ്റ് ടോക്കൺ, ആ ഫയലിൻ്റെ ടോക്കൺ, ലോക്കൽ ക്യാഷിലുള്ള ഫയലിൻ്റെ ടോക്കൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ആ ഫയൽ തന്നെ യൂസറിന് റിക്വസ്റ്റ് ചെയ്ത് റിട്ടേൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെർവർ ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് അറിയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഫയലിൻ്റെ ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് നടക്കുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ വീനസുകൾക്കും, അതായത് ഈ ഫയലിൻ്റെ കോപ്പി ക്യാഷിലുള്ള എല്ലാ വീനസുകൾക്കും നോട്ടിഫൈ ചെയ്യും ഇങ്ങനൊരു അപ്ഡേറ്റ് നടന്നിട്ടുണ്ട് എന്ന് ബൈ ഇഷ്യൂയിങ് ദ ക്യാൻസൽഡ് ടോക്കൺ. അപ്പോൾ ആ ഒരു മെക്കാനിസത്തിനെ പറയുന്ന പേരാണ് കോൾ ബാക്ക് മെക്കാനിസം. ഇനി ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് റിമോട്ട് പ്രൊസീജിയർ കോൾ യൂസ് ചെയ്തിട്ടാണ്. അതായത് കോൾ ബാക്ക് മെക്കാനിസം നടത്തുന്നത് റിമോട്ട് പ്രൊസീജിയർ കോൾ യൂസ് ചെയ്തിട്ടാണ്. സോ when the Venus process receive that callback process, callback കിട്ടുന്ന സമയത്ത് വീനസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കോൾ ബാക്ക് പ്രോമിസിൻ്റെ ടോക്കൺ എന്താണ്, ക്യാൻസൽഡ് ആയിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇനി സപ്പോസ് നമ്മുടെ വർക്ക് സ്റ്റേഷനെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഷട്ട് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താ നടക്കുന്നതെന്നുള്ളത് പറയുന്നത്. അപ്പം വീനസ് മാക്സിമം ഡേറ്റ അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം ഫയൽസിനെ റീറ്റെയിൻ ചെയ്യാൻ നോക്കും ക്യാഷിലുള്ള. പക്ഷേ ചില സമയത്ത് ചില ടോക്കൺസ് കറക്റ്റ് ആവത്തില്ല, ചില കോൾ ബാക്ക്സ് മിസ്സാവും. അപ്പം അങ്ങനെ വരുന്ന കേസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീനസ് ഒരു ക്യാഷ് വാലിഡേഷൻ റിക്വസ്റ്റ് നമ്മുടെ സെർവറിന് അയച്ചു കൊടുക്കും വിത്ത് ദ ഫയൽ മോഡിഫിക്കേഷൻ ടൈം സ്റ്റാമ്പ്. ഓക്കെ, അപ്പം സെർവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയലിനകത്തുള്ള ആ മോഡിഫിക്കേഷൻ ടൈം സ്റ്റാമ്പിൻ്റെ കറക്റ്റ് ആണോ എന്നുള്ള വാല്യൂ ചെക്ക് ചെയ്യും. ആ ടൈം സ്റ്റാമ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സെർവർ ഒരു വാലിഡ് ആയിട്ടുള്ള റെസ്പോണ്ട് ചെയ്യും ബൈ ഗീവിങ് ദ ടോക്കൺ റീഇൻസ്റ്റേറ്റഡ്, അതായത് കറക്റ്റായിട്ട് വാലിഡായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇഫ് സപ്പോസ് ആ ടൈം സ്റ്റാമ്പ് ഔട്ട് ഓഫ് ഡേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് സെർവർ ഒരു ക്യാൻസൽഡ് എന്നുള്ളൊരു ടോക്കൺ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സർവീസ് ഇൻ്റർഫേസുകളാണ് വൈസിൻ്റെ സൈഡിലുള്ള ഫെച്ച് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും, ഫയൽ ക്രിയേറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ ലോക്ക് ചെയ്യുക, ഫയലിനെ ലോക്ക് ചെയ്ത് വെക്കുക, ലോക്ക് റിലീസ് ചെയ്യുക, കോൾ ബാക്ക് ചെയ്യാൻ റിമൂവ് കോൾ ബാക്ക്, ദെൻ ബ്രേക്ക് കോൾ ബാക്ക് എന്നൊക്കെയുള്ള ഡിഫറെൻറ്റ് ഫങ്ഷൻസാണ് വൈസിൻ്റെ സൈഡിലുള്ളത്. സോ ഇത്രയേ ഉള്ളൂ AFS. താങ്ക് യു.